നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ചുരിദാർ സെറ്റും പിന്നെ നല്ല ഹെവി റേറ്റുള്ള സാരി അതുപോലെ തന്നെ ഹെവി ഡിസ്കൗണ്ട് റേറ്റിൽ കാണിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി വരെയാണ്. ഏറ്റവും ബെസ്റ്റ് കമൻറ്റിനും പിന്നെ അത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. 2,990 രൂപയുടെ ഒരു റോ സിൽക്കിൻ്റെ സാരിയാണ് സമ്മാനം. സാരി ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. എന്നും അങ്ങനെ അതെടുത്ത് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു സാരി ആരാണോ ആ ലക്കി ഡ്രോ വിന്നർ എന്ന് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നല്ല കമൻറ്റുകൾ, വാല്യൂഡ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്യണം കേട്ടോ. അപ്പോൾ ചുരിദാർ സെറ്റ് ഞാനങ്ങനെ കാണിക്കുന്നേ ഇല്ലാത്തൊരു സാധനമാണ്. ഇപ്രാവശ്യം ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാനില്ല. അങ്ങ് കാണിക്കുന്നില്ല, എപ്പോഴും സാരി കാണിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ വരികയല്ലേ, ഈസ്റ്റർ വിഷു അങ്ങനത്തെ ഇപ്പോൾ റമദാനായി ഈസ്റ്ററും വിഷു ഉള്ള ഒക്കെ കാര്യങ്ങൾ വരികയല്ലേ, അതിനൊക്കെ ഇടാൻ പറ്റുന്ന, അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ഇടാൻ പറ്റുന്ന ഫങ്ഷൻ വെയറായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഇപ്പോൾ ലക്നോവി വർക്കിൻ്റെ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന വർക്ക് ചെയ്ത മൽച്ചന്തേരി ഫാബ്രിക്ക് വരുന്ന ചുരിദാർ സെറ്റ്. മൽച്ചന്തേരിയുടെ ഫാബ്രിക്കിലായിട്ട് വരുന്ന, ഇത് കോട്ടൻ്റെ ഫാബ്രിക്ക് വരുമ്പം കുറച്ചും കൂടെ റേറ്റ് കുറയും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് മൽച്ചന്തേരിയുടെ ഫാബ്രിക്കിലാണ്. കളറ് ക്രീമാണ്. ഇപ്പം ഞാൻ ഈ ക്രീമിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പം എല്ലാം ക്രീമാണല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. ഫ്രണ്ടിൽ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, അകത്തോട്ടുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത്തൊക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ള ലെങ്ത്തും കാര്യങ്ങളും എല്ലാം കിട്ടും. ഫ്രണ്ട് നമ്മുടെ, അതായത് ബോഡി ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് നല്ല ഹെവി വർക്ക് ചെയ്തിരിക്കുക, ലക്നോവി വർക്ക് ചെയ്തിരിക്കുക. ബാക്കി പ്ലെയിന് ഉണ്ടോ, ഏറ്റവും അടിയിൽ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബോട്ടം നല്ല ഹാൻഡ്ലൂം കോട്ടൻ്റെ നല്ല മെറ്റീരിയലാണ്, നല്ല സ്റ്റഫാണ്. ഏത് രീതിക്കുള്ള ബോട്ടം തയ്ക്കണേലും പറ്റും. നിങ്ങളിത് തയ്ക്കുമ്പം ഒരു ചെറിയ ലേസൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട്, ലേസ് ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ലേസ്, ഇപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ബോട്ടം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ലേസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ബോട്ടത്തിന് 100-200 രൂപ വെച്ച് കൂടുന്നത്. ഞങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വെറുതെ ഒരു ലേസ് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചേരുന്ന ലേസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഈ കളർ തന്നെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ലതായിട്ട് മാച്ചാവും. എന്നിട്ട് ബോട്ടം തയ്ക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് എൻ്റെ ഒരു തോന്നൽ പറയുന്നത് കേട്ടോ. ഇത് വരും ഷോള്. ടോപ്പേ നല്ല ഹെവി ആയിട്ടുള്ള വർക്കുണ്ട്. ഷോള് നല്ല ഒതുങ്ങിക്കിടക്കുന്ന ഷോളാണ്. എന്നും കൊണ്ട് ഒരു പഴന്തുണി പോലത്തെ ഷോളല്ല, ഒരു സിൽക്കി ഒരു ഫീല് തോന്നിക്കുന്ന, എന്നാൽ ഓവറായിട്ട് തിളക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സീക്വൻസ് വർക്ക്, കുറച്ച് ത്രെഡ് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു ഷോള്. ഇതാണ് ഇത് ഈ ചുരിദാർ. ഇനി ഇതിൻ്റെ തന്നെ ഈ ഒരു ഡിസൈൻ കണ്ടല്ലോ, ഇതിപ്പോൾ ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ് ഈ ഒരു ക്രോഷ്യോ ലേസ്. എന്നിട്ട് സെൻട്രൽ രണ്ട് സൈഡിലും ഇങ്ങനെ വരും. ഈ ഡിസൈനിൽ തന്നെ ചേഞ്ച് വരുന്ന 4 ഡിസൈനുണ്ട്. തിരിച്ചറിയണമെങ്കിൽ വലിയ പാടാട്ടോ. തിരിച്ചൊന്ന് അറിഞ്ഞ് എടുത്ത് വെക്കണമെങ്കിൽ നല്ല പാടാണ്. കാണിച്ചു തരാവേ. അടുത്ത ഡിസൈൻ ഇതേണ്ട ഇങ്ങനെ. മറ്റേതിൻ്റെ ലേസ് വേറൊരു രീതിക്കായിരുന്നു. ഇതിൻ്റെ ലേസ് ഇത് ഒരു ലേസ് ഇങ്ങോട്ട് കയറ്റി അടിച്ചിട്ട് ഒരു ലേസ് ഇങ്ങോട്ട് അടിച്ചിരിക്കുക. ഇങ്ങനെ ക്രോഷ്യോ ലേസ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല രസമാണ്. ഇത് സെൻറ്റർ പോർഷനിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ എടുത്ത് കാണിക്കുന്നത്. കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചുരിദാറാണ്. നല്ല പേളിൻ്റെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഫംഗ്ഷന് പോകാനും പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനും എവിടെ പോകണമെങ്കിലും നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാൻ പറ്റും. നല്ല ടോപ്പ്. എനിക്ക് തോന്നുന്നു ഇത് ലൈനിങ്ങും കൂടി ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ലൈനിങ് ഇല്ലെന്ന് തോന്നുന്നല്ലേ. നല്ല വെയിറ്റ് നല്ലപോലെ ഉണ്ട്. ഇത് ബോട്ടം തയ്ക്കാനായിട്ട് തുണി. ഇത് ഷോള്. ബാക്കിയെല്ലാം സെയിം ഞാൻ കാണിച്ചു തന്നെ. ഇതിൻ്റെ റേറ്റ് ഒന്ന് നോക്കട്ടെ. 1,790 രൂപ. മൽച്ചന്തേരിയാണ് ഫാബ്രിക്ക്. ഇത് കോട്ടൻ്റെ ഫാബ്രിക്ക് വന്നിട്ടുണ്ട് നേരത്തെ. കോട്ടൻ്റെ ഫാബ്രിക്കായാലും ഹക്കോബായിലല്ല, കോട്ടൻ്റെ ഫാബ്രിക്ക് വരുമ്പോൾ റേറ്റ് കുറച്ചും കൂടി കുറവാണ്. പക്ഷെ മൽച്ചന്തേരിക്ക് വരുമ്പോൾ റേറ്റ് വ്യത്യാസം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ?
അടുത്ത വർക്ക് ഇതേണ്ട ഇങ്ങനെ സെൻട്രൽ പോർഷനിലെ വർക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെടുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും വ്യത്യാസപ്പെടുന്നില്ല. ഷോള് വ്യത്യാസപ്പെടുന്നില്ല, ബോട്ടം വ്യത്യാസപ്പെടുന്നില്ല, കളർ വ്യത്യാസപ്പെടുന്നില്ല, ഒന്നും വ്യത്യാസപ്പെടുന്നില്ല. ഈ സെൻട്രൽ പോർഷനിൽ കൊടുക്കുന്ന വർക്കിൻ്റെ ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസമുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അത് ആ ഒരു വ്യത്യാസമായിട്ട് എടുക്കുക വേണ്ട. പിന്നെ അതിനകത്ത് ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തോ, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അടുത്തത് ഇത് കണ്ടോ, നല്ലൊരു ഡിസൈൻ അല്ലേ. അടുത്തത് ഇത് വ്യത്യാസമൊന്നുമില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. ഇങ്ങനെ നിർത്തിയാലും നിർത്തിയില്ലേലും ഇങ്ങനെ ഇരിക്കും സാധനം. കണ്ടോ, രണ്ട് സൈഡിലോട്ടും ഉണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഇങ്ങനെ നല്ലൊരു ചന്ദന കളർ അല്ലെങ്കിൽ ക്രീം അല്ലേ, ക്രീം എന്ന് പറയാം അല്ലേ, കുറച്ചും കൂടെ. ഇത് ബ്ലാക്ക്, സെയിം, വേറെ ഒന്നുമില്ല വ്യത്യാസം. ടോപ്പ് ഇത്, ബോട്ടം തേണ്ട ഇത്. ബോട്ടത്തിന് വല്ലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഒരു പ്രിന്റ് കേട്ടോ, ബ്ലാക്ക് ആണ്, വല്ലപ്പോഴും ഈ ഒരു പ്രിന്റ്. ഇത് വരും ഷോള് സെയിം, വേറെ ഒന്നുമില്ല, സെയിം, ബാക്കിയെല്ലാം സെയിം. കളർ മാത്രം ബ്ലാക്ക് കൂടെ ഇങ്ങനെ നമ്മളങ്ങ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ നേവി ബ്ലൂ ആണോ എന്നൊരു തോന്നൽ, ചിലപ്പോൾ ഒരു ഫീല് തോന്നിക്കും. അതങ്ങനെ ആ കളർ ഡൈയിങ്ങിനകത്ത് വരുന്ന കേട്ടോ. നല്ല പ്യുവർ കോട്ടൻ്റെ സ്റ്റഫാണ്. പിന്നെ ഇത് രണ്ടും നിങ്ങൾ ഷാംപൂ വാഷ് അല്ലെങ്കിൽ കളർ ഗാഡി മുക്കിയതിന് ശേഷമേ ഈ രണ്ട് കോട്ടൻ്റെ മെറ്റീരിയൽസും വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് പ്യുവർ കോട്ടനാണ്. പ്യുവർ വരുമ്പം എപ്പോഴും കെയർഫുൾ ആകണം. നമ്മൾ അതിനകത്ത് മിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. നിങ്ങൾ ഒരിക്കലും മറ്റൊരു തുണിയുടെ കൂടി ഇട്ട് കഴുകുവോ അല്ലാതെ സ്വന്തമായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുകയോ ഒന്നും ചെയ്യരുതേ. വാഷ് ചെയ്യേണ്ടപ്പോൾ ഒന്നിക്ക് കളർ ഗാഡിലൊന്ന് മുക്കി വെച്ചിട്ട് ചെയ്യുക. അതല്ല എങ്കിൽ കളർ ഗാഡി മുക്കി വെക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലെന്ന് ഓർത്തെ. ഒന്നുമില്ല, ചുമ്മാ സ്റ്റാർച്ച് ചെയ്യുന്ന പോലെ തന്നെ നിറച്ച് തുണിയുടെ എല്ലാ ഭാഗത്തും പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മുക്കി വെച്ചിട്ട് അതേപടി എടുത്തിട്ട് പിഴിയൊന്നും ചെയ്യരുത്. അതേപടി എടുത്തിട്ട് എന്നാ ചെയ്യണം, വിരിച്ചിടണം. ഇതാ മൽച്ചന്തേരിയുടെ ഫാബ്രിക്കിൽ വേറെ മെറ്റീരിയൽ. ഇതാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും. ഇവിടെ നല്ല നിറച്ച് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊരു ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് കളർ, എല്ലാം ബ്ലാക്കാണ്. ഇവിടെ വരുന്ന കളറിൽ മാത്രം വ്യത്യാസം വരും. ഷോളിൻ്റെ കളറിലും വ്യത്യാസം വരും, ബോട്ടത്തിൻ്റെ കളറിലും വ്യത്യാസം വരും. ബോട്ടം വന്നിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷോളാണ്. അടിപൊളിയാണ്. ഈ ഷോള് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതോ അറിയത്തില്ലാത്തതോ അങ്ങനെയൊന്നും ആയ ഷോളല്ല ഈ ഷോള്. പക്ഷെ അതിൻ്റെ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റും ഈ ഒരു തമ്മിലുള്ള കോമ്പിനേഷനും കൂടെ നല്ലൊരു രസമാണ്, നല്ലൊരു ഭംഗി കിട്ടും. നല്ലൊരു സിമ്പിൾ ബട്ട് എലഗൻ്റ് എന്ന് പറയുന്ന ഒരു ഭംഗി കിട്ടും. നിങ്ങൾ ഇനി ഇതിപ്പില്ലേ ഇങ്ങനെ സൈഡ് ഷോളായിട്ടല്ലാതെ എൻ്റെയൊക്കെ ഒരു ഇഷ്ടം ഞാൻ പറയുവാണേ, ഇങ്ങനെ കഴുത്തേ കൂടി ഇല്ലേ വെറുതെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ചുമ്മാ കഴുത്തേ കൂടെ ബാക്കിലേക്ക് ഒരു ഷോളായിട്ടൊക്കെ ഇടുക. നമ്മൾ ഒരു ക്യാഷ്വൽ ലുക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ഷേപ്പിന് ചുരിദാറൊക്കെ തയ്ച്ചിട്ട്, മൽച്ചന്തേരിയാണ് ഫാബ്രിക്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും ഇടാൻ പറ്റും. ബോട്ടം വന്നിട്ട് ബോട്ടം സ്ലബ് സിൽക്കാണ്, അത് പിങ്ക് കളറ്. ഇനി ഇവിടുത്തെ ഈ പിങ്ക് എല്ലാം ബ്ലാക്കാണ് ബോഡിയുടെ കളറ്. ഷോളിൻ്റെയും ബോട്ടത്തിൻ്റെയും ഫ്രണ്ടിലത്തെ വർക്കിൻ്റെ കളർ മാത്രം മാറും. അടുത്തത് പിസ്ത ഗ്രീൻ, അതിന് ഷോൾ വരുന്നത് ഇങ്ങനെ ഇരിക്കും. ബോട്ടം വന്നിട്ട് ഇങ്ങനെ കണ്ടോ, നല്ല ഷോളാണ്. ആ കഴുത്തെ കൂടെ താഴേക്ക് ഇടുന്ന ആ ഒരു അങ്ങനത്തെ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കി, നല്ല രസമാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഷോളൊന്നും നിങ്ങൾ കാണാത്തൊന്നുമല്ല, പക്ഷെ നമുക്കിങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഷോൾ നല്ല ഉപയോഗമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പീച്ച് കളർ ഒരു ടോപ്പോ പ്ലെയിൻ ടോപ്പ് ഇപ്പോൾ ഡെയിലി പോകുന്നവർക്കൊക്കെയാണ് ഉണ്ടെങ്കിൽ അതിന് പെയറായിട്ടിടാം. വെറും ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതിനും പെയറായിട്ടിടാം. അങ്ങനെ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരുന്നതും പ്രിന്റഡ് ആയിട്ടുള്ള ഷോളിനൊക്കെ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇത് യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ കണ്ടോ, ഇത് വരും ഷോള്, ഇത് വരും ബോട്ടം. ബാക്കിയെല്ലാം ഒന്നും വ്യത്യാസമില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്ത കേട്ടോ.
ഇതിലേത് വേണമെങ്കിലും എടുത്തു. നല്ലൊരു മഞ്ഞക്കിളിയുടെ 1 2 3 ഒരെണ്ണം കൂടി ഉണ്ടായിരിക്കുമല്ലോ. ഇല്ലേ? ഒരെണ്ണം ആദ്യം കാണിച്ചല്ലേ, പിങ്ക്. അപ്പോൾ ഇത് പീച്ച് അല്ലേ? അത് പിങ്ക് ആയിരുന്നു, ഇത് പീച്ച്. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് വരും ഷോള്. കണ്ടോ? നല്ല രസമല്ലേ ഷോളും ബോട്ടം? എന്നെ കോമ്പിനേഷൻ ആണെന്ന് നോക്കിയാൽ ബ്ലാക്കും പീച്ചും അല്ലെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അല്ലേ? അതുപോലെ ബ്ലാക്കും പിങ്കും. അങ്ങനെ പറയുമ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ ഏതാ ചേർത്തില്ലാത്ത? എല്ലാം ചേരും. നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ പ്ലെയിൻ കുർത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് മാറിയിടാം. അപ്പോൾ അതും ഇതും തമ്മിൽ എന്നാ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം ബ്ലാക്ക് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? ഐഡിയാസ് ഇതൊന്നും വലിയ ഐഡിയ ഒന്നുമല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഐഡിയ. എന്നിട്ട് പറഞ്ഞിട്ട് ഐഡിയ എന്ന് പറഞ്ഞ് ഇളങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഹെവി ആയിട്ടുള്ള ഒരു ലക്നൗവി വർക്ക് ചെയ്ത നല്ലൊരു ചുരിദാർ സെറ്റ്, പാർട്ടി വെയർ, ഹെവി പാർട്ടി വെയർ ലക്നൗവി വർക്ക്, ഹാൻഡ് വർക്കാണെന്നാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി നല്ല അഭിപ്രായം ഇല്ലെന്നല്ല, അറിവില്ല. കണ്ടിട്ട് നല്ല ഭംഗിയാണ്. മാനുഫാക്ചേഴ്സ് ഹാൻഡ് വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ ചുരിദാർ കുർത്തി വരുന്നതിന് ഭയങ്കര ഡിമാൻഡാണ്. എന്താ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വർക്ക്. സ്റ്റഫ് ജോർജറ്റ്, ഇത് ക്രേപ്പ് ജോർജറ്റ്, വെറും ജോർജറ്റ് അല്ല, ക്രേപ്പ് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. ഷോള് വരുമ്പോൾ ഇങ്ങനെ വരും ഷോൾ. ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. 2499 രൂപയേ ഉള്ളൂ. ലക്നൗവി വർക്കിൻ്റെ ചുരിദാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കുർത്തി തന്നെ മേടിക്കണേ 1500 രൂപ, ടോപ്പ് മാത്രം മേടിക്കണേലാവും. ടോപ്പ് മാത്രം. അത് ലക്നൗവി വർക്ക്, ഹാൻഡ് വർക്ക്, അതിന് ഒരു പ്രത്യേകതയാ. എല്ലാ സെലിബ്രിറ്റീസും ഒക്കെ ഇട്ട് എന്തോ രസം. നമ്മുടെ ആ നടിയുടെ പേരെന്നെ, തമന്ന, മറ്റേ ആരിവൻ എന്നുള്ള സിനിമ ഏതാ? ബാഹുബലിയുടെ നായികയുടെ തമന്നയല്ലേ? തമന്ന ഒരു കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ആ വീഡിയോ? ലക്നൗവി വർക്കിൻ്റെ ചുരിദാർ ഇട്ട് എന്നാ രസം. അമ്മേ, അയ്യോ തിരിച്ചാ കാണിക്കുന്നു. ഇത് ക്രീം. ഇതൊക്കെ നിങ്ങൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മേടിച്ചോ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാം. എന്നിട്ട് ഇതിന് ഞാൻ പറഞ്ഞിട്ട് ഈ കളർ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള കമ്മലൊക്കെ ഇടുവാണ്, അടിപൊളിയാണ്. ഇനി ഇത് ബോട്ടം വിത്ത് ലൈനിങ്, സാൻഡോൺ ബോട്ടമാണ് വിത്ത് ലൈനിങ്. കമ്മലൊക്കെ ഇട്ടിട്ടേ ഹെവി ആയിട്ടുള്ള കമ്മൽ ഒന്നെങ്കിൽ അത് തന്നെ ഇടണം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറ് കമ്മലും മാലയും എല്ലാം അങ്ങനെ ഇടണം. അങ്ങനെ ഇടുവാണെങ്കിൽ നല്ലത്. ഒരു മിനിറ്റ് നോക്കി. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ചുരിദാർ സെറ്റ് കഴിഞ്ഞ് ഇനി ഹെവി പ്രീമിയം സാരീസ്, അതിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്ഥിരം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കും, പേഴ്സണൽ മെസ്സേജ് അയക്കും. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന അതല്ലാതെ മെസ്സേജ് അയക്കും. എന്തിനാ വിദ്യ ഇങ്ങനെ കാണിക്കുന്നത്, എപ്പോഴും അടുപ്പിച്ച് കാണിക്കാതെ? അടുപ്പിച്ച് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എത്ര എണ്ണം വാങ്ങിച്ചു, ഞാനിതെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും. ചിരിച്ചു പാടി തീരും. ഇതുണ്ടല്ലോ പ്യുവർ ജൂട്ട് ടെസർ കേട്ടോ. ഇനി ഇതിൻ്റെ റേറ്റ് ഇത്തനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ? ഇതാണ് സാരി. ബോഡി ഇങ്ങനെ, ബോഡിയുടെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ. ഇനി മുന്താണി ഇങ്ങനെ. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാൻ കാണിച്ചു സെമി ജൂട്ട് ടെസറാണ്. ഇത് പ്യുവർ ജൂട്ട് ടെസർ. ബ്ലൗസ് വന്നിട്ട് തേണ്ട ഇങ്ങനെ വരും. നിങ്ങൾ സാരിയുടെ സ്റ്റഫ് നോക്കുന്നുണ്ടോ? ആ ഒരു സിൽക്ക് മാർക്ക് ഇത്തനൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ? പ്യുവർ ജൂട്ട് ടെസറിൻ്റെ സാരിയാണ്. ഇതിൻ്റെ വില 5290 രൂപയാണ്. ഇപ്പോൾ 2999 രൂപ. മനസ്സിലായോ? ഇത്രയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ജൂട്ട് ടെസറിൻ്റെ സാരി 2999 രൂപയ്ക്ക് പ്യുവർ ജൂട്ട് ടെസർ എവിടെയും കിട്ടില്ല. ഇത് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ള സാരിയല്ല, സിംഗിൾ പീസസേ ഉള്ളൂ. ഇതിന് ഈ ഒരൊറ്റ കളർ, ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇത് വരും ബോഡിയുടെ, ഇതിവിടെ താഴെ വരുന്നല്ലേ, കണ്ടോ? ജൂട്ടിൻ്റെ ഒരു സാരിയൊക്കെ, അല്ല ടെസറിൻ്റെ ഒരു സാരിയൊക്കെ 2999 രൂപയ്ക്ക്, അതും പ്യുവർ.
ഒരിക്കലും ഇത് സെമി അല്ല, പ്യുവറാണ്. പ്യുവർ 2999 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ലോട്ടറി തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഡ്രൈ വാഷ് ഉള്ളിയാണ്, പ്യുവറാണ്. പ്യുവർ ആയതുകൊണ്ട് തന്നെ ഡ്രൈ വാഷ് ഉള്ളിയാണ്. കെയർഫുള്ളായിട്ടൊക്കെ യൂസ് ചെയ്യണം. അത്രയും വിലപിടിപ്പുള്ള, അതായത് 5000 ശിഷ്ടം രൂപ വിലയുള്ള സാരിക്ക് കൊടുക്കുന്ന എല്ലാം ഇത് നിങ്ങൾ ഇതിന് കൊടുക്കണം. ഇതൊറ്റ പീസ് മാത്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഈ റേറ്റിൽ പോകുന്നത്. നമുക്ക് ജൂട്ടിൻ്റെയും ടസറിൻ്റെയും ഒക്കെ ധാരാളം കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനെ അങ്ങ് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മോള് ആരുടെയാണ് ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പൊക്കോന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത കളർ, ആദ്യത്തേത് കിട്ടിയില്ലെങ്കിൽ ഇത് വാങ്ങിച്ചോ. 2 കളർ ഒരുപോലെ നല്ല, ആദ്യം ബ്ലൂ, പിന്നെ വന്നിട്ടുള്ളത് ഗ്രീന്. കണ്ടോ, മുന്താണി കാണിച്ചു തരാം. കണ്ടോ മുന്താണി നോക്കാം. ജൂട്ടും ടസറും എല്ലാം ഒരേ രീതിക്ക് ആ വീവിങ് കാര്യങ്ങളും ഒക്കെ പോയിരിക്കും. നോക്ക്, ജൂട്ട ടസറിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അതിൻ്റെ നൂല് ഉണ്ടാക്കുന്നത് പുഴുവിൻ്റെ ശരീരത്തിൽ നിന്നൊക്കെയാണെന്നൊക്കെ അറിയാമല്ലോ. കണ്ടോ, ചൊറിയുമോന്നോ? ഇല്ല, ചൊറിയത്തില്ല. കണ്ടോ, പുഴു ജീവനോടെ ഇല്ല. അതെടുത്ത ചൊറിയുമോ? ചൊറിയും, ചിലർക്ക് ചൊറിയും. കാശുള്ള സാധനം കൊടുക്കുമ്പോഴേ നാട്ടുകാർക്ക് ചൊറിയും. അവളെടുത്തോണ്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കണ്ട, അല്ലേ? നമുക്കെല്ലാം നല്ലതാണെന്ന് വിചാരിച്ചാൽ മതി. യുദ്ധമൊക്കെ വരുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ, TV ഒക്കെ വാർത്തയൊക്കെ ഒരു അരമണിക്കൂർ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ ലോകം നശിക്കാൻ പോകാൻ തോന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാം, നിങ്ങൾ ഒത്തിരി നേരമൊന്നും TV വാർത്തകളൊന്നും കാണരുത്. നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. കാര്യം ശരിയായി, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ലൈഫ് പേടിയാവും. പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറ്റത്തില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവരുതാത്ത, ബൈബിളിൽ പറഞ്ഞ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന വാക്ക് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാന്ന് പറയുന്നത്. അപ്പോൾ ഭയപ്പെടേണ്ട, ഭയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നടക്കത്തില്ല. ഇതാ അടുത്തത്, ഇതൊന്ന് മാറ്റിക്കേ. പ്യുവർ ടസർ. നിങ്ങൾക്ക് സ്റ്റഫ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, പ്യുവർ ടസർ. ഇതുണ്ടോ? ഇത് കണ്ടോ, പ്യുവർ ടസർ സാരിയാണ്. പ്യുവർ ടസറാണ്. 1990 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഡബിൾ കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്രീൻ ഉണ്ട്, ഇങ്ങനെ ഒരു 2 കളർ പോയിട്ടുണ്ട്. ഇതിനൊരു ചെറിയ ഡാമേജ് ഉണ്ട്. ഇതിനിപ്പോൾ കൊടുക്കുന്ന വില എത്ര? 2900 രൂപ. 6990 രൂപയുടെ സാരിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2900 രൂപ. ഇത് കണ്ടോ, ഇവിടെ മാത്രം ഒരു പൊട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് തരുമ്പോൾ നിങ്ങൾക്കറിയാം, മറ്റൊരു സ്ഥലത്തും ഉണ്ടെങ്കിൽ അത് പറഞ്ഞേനെ. വേറെ ഒരു സ്ഥലത്തും ഒരു ഇതില്ല. അപ്പോൾ അതിൻ്റെ പകുതിയുടെയും താഴെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന റേറ്റ്. ആ സാധനം ഇപ്പം നിങ്ങൾ ഓർക്കും അത് എവിടെയാണ് അത് വരുന്നത് എന്ന്. അത് കാണത്തൊന്നുമില്ല. അത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഇത് കണ്ടോ, ഇങ്ങനത്തെ എവിടെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതാണ് ഐറ്റം. ഇത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലീറ്റ്സിൻ്റെ ഇടയ്ക്ക് പോകും. പ്ലീറ്റ്സിൻ്റെ ഇടയ്ക്ക് പോകും. അല്ലെങ്കിൽ തന്നെ അത് കാണത്തൊന്നുമില്ല. എന്തോ ഒരു പൊട്ടിരിക്കുന്ന പോലെ മാത്രമേ തോന്നുള്ളൂ. വേറെ ഒരിടത്തും ഒന്നും തോന്നത്തില്ല. ഇപ്പോൾ ഷോപ്പിലാണെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമറെ കാണിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പുല്ലുപോലെ എടുത്തോണ്ട് പോകും. കാരണം 6990 എന്ന് പറഞ്ഞാൽ 7000, 10 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. 10 രൂപ അത്രയും വിലയുള്ള സാരിയാണ് പകുതിയെ കഴിഞ്ഞ് വിലക്കുറവിൽ കിട്ടുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിച്ചോ. നമ്മളതിനകത്ത് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. കണ്ടോ, പ്ലെയിൻ, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പീച്ചും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ. മുന്താണി ഞാൻ കാണിച്ചായിരുന്നോ? മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇനി ഇത് ഫോട്ടോ എടുത്ത് അയക്കാൻ ഈയിടെയായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ വീഡിയോ കാണിക്കുന്നത് വീഡിയോ കോളിൽ എടുത്ത് കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ എന്തിനാ കാണിച്ചിട്ട് എന്നാ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവാതെ. വീഡിയോ കാണിക്കുന്നതും വീഡിയോ കോളിൽ കാണിക്കുന്നതും രണ്ടും ഒന്നല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. കാരണം നമ്മൾ കാണിക്കാവുന്നതിൻ്റെ മാക്സിമം ഇപ്പോൾ കാണിച്ചാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, തിരക്കുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ അഹങ്കാരം പറയുമൊന്നുമല്ല. അതുപോലെ ആൾക്കാരെ ഇതും ടസറാണ്. ഇന്ന് ടസറിൻ്റെ മയമാണ്. ഇതിൻ്റെ വില 3100. എല്ലാത്തിലും വില ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചു കൊടുക്കായിരുന്നു. 3100 എത്ര? 15. ഇതുണ്ടോ, സിൽക്ക് മാർക്കുണ്ട്. കണ്ടോ, സിൽക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്യുന്നതാണ്. ഇത് പ്യുവർ സിൽക്ക് എന്നുള്ളത് ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്ത 3800
15 രൂപ, അതായത് 4000 രൂപ അടുത്ത് വരുന്ന സാരിയാണ് ഇപ്പോൾ 2900. ഇതിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഫ്രഷ് സാരി തന്നെയാണ്. ഇത് വരും സാരി, പ്യുവർ ടസറാണ്. സ്റ്റഫ് ടസർ, ബോഡി ഇങ്ങനെ സിൽക്ക് മാർക്ക് വരെ ഉണ്ട് അതിൽ. ഇപ്പോഴത്തെ വില പറഞ്ഞോ, 2900 അല്ലേ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇത് വരും. ഇത് ചെയ്തിരിക്കുന്നത് കാന്ത ത്രെഡ് വർക്ക് ഉണ്ടോ, ബ്ലാക്കും പിങ്കും, ഡാർക്ക് പിങ്കും. നല്ല സാരിയാണ്. ഇതിൽ എല്ലാം വീവിങ് ആണ്, അറിയാമല്ലോ ടസറിൻ്റെ സാരിയിൽ വീവിങ് ആണ്, അല്ലാതെ പ്രിൻ്റ് ഡിസൈൻ വരുന്നുണ്ട്, പ്രിൻ്റായിട്ട് വരുന്നതും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് പ്യുവർ ടസറാണ്, സെമി ടസറല്ല. ഈ ടസറിൻ്റെ തന്നെ വകഭേദങ്ങൾ കാണണമെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടു. അത് ഇപ്പം കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ. അടുത്ത സാരി ഇതും പ്യുവർ ടസർ തന്നെയാണ്. ഇതിൻ്റെ സ്റ്റഫിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടോ? അത് നമ്മളെപ്പോഴും പറയില്ലേ, ടസർ ആണെങ്കിൽ പോലും അതിൻ്റെ ടസർ എല്ലാം ടസർ തന്നെയാണ്. ഇപ്പോൾ കോട്ടൺ എന്ന് പറയുന്ന പോലെ കോട്ടണിന് പല കോട്ടണുണ്ട് അല്ലേ, കട്ടിയുള്ള കോട്ടണുണ്ട്, മൾ കോട്ടണുണ്ട്, മിക്സ് ആയിട്ടുള്ള കോട്ടണുണ്ട്, അങ്ങനെ. ഇത് ടസറിൻ്റെ സോഫ്റ്റാണ്. മുമ്പേ കണ്ടത് ഇച്ചിരി പടുപെടാന്ന് നിൽക്കുന്ന ഒരു എക്സസൈസ് ടസർ. ഇത് ഇതാണെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടസർ. ഭയങ്കര പടുപെടുപ്പും അല്ല, എന്നാൽ ഭയങ്കര സോഫ്റ്റും അല്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടസറാണ്. ഇതിൻ്റെ റേറ്റ് കാണിച്ചു തരാം. ഇത് കേട്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഞാൻ ശരിക്കും പറയാം, ഇതൊക്കെ ഈ റേറ്റിൽ നമുക്ക് എന്നാ പറയുന്നത്, വല്ലപ്പോഴും ലക്കിയായിട്ടാണ് ഇത്രയും റേറ്റിലൊക്കെ ഇത്രയും പ്യുവർ ടസർ കിട്ടുക എന്ന് പറയുന്നത്. ടസർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയാം. കേട്ടോ, ഇങ്ങനെ ഒരു കോപ്പർ വീവിങ് ഇടയ്ക്ക് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റഫിനാണ് ഇതിന് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. ഇത് ഇത്രയും ചെയ്തെടുക്കുന്ന ഈ സ്റ്റഫിനാണ് വില കൊടുക്കുന്നത്. ഇതാണ് ഒരു മുന്താണി, കണ്ടോ. ഇതിനെ എനിക്ക് നോക്കാൻ കൂടെ ഭയങ്കര മടിയാണ്, അത്രയ്ക്ക്. അതാ പറയുന്നല്ലേ, വിലയുള്ളവന് എപ്പോഴും എല്ലാവർക്കും എങ്ങനെയാണ്, മനുഷ്യനാണ്. ഇതിൻ്റെ വില കണ്ടോ, 5,140 കണ്ടോ. ഇപ്പം 2,990, അതാണ് ഇപ്പോഴത്തെ വില. 2000 രൂപ അടുത്ത് ഡിസ്കൗണ്ട് റേറ്റിലാണ് കണ്ടോ. ഇത് ടസറിൻ്റെ വേറൊരു ഐറ്റം കേട്ടോ. ഇപ്പോൾ ആദ്യം കാണിച്ച ജൂട്ട് ടസർ വരുമ്പോൾ വേറൊരു സ്റ്റഫ്, ഇപ്പോൾ രണ്ടാമത് കാണിച്ച വേറെ സ്റ്റഫ്, പിന്നെ കാണിച്ച വേറെ സ്റ്റഫ്. ഇത് അടുത്തത്, ഇത് ജൂട്ട് ടസർ. റേറ്റ് കിടപ്പുണ്ടോ? ചിലത്തിൽ റേറ്റ് ഡിസ്കൗണ്ട് റേറ്റിലോട്ട് അങ്ങ് മാറ്റിയിടുമ്പോഴേ ഒറിജിനൽ റേറ്റ് പറിച്ച് കളയും. ഇതിലുണ്ടോ റേറ്റ് ഉണ്ടോ? മാറ്റിയതാ. അതാ പറിച്ച് കളഞ്ഞില്ലേ, നമുക്ക് വലിയ പണിയാണേ, അതുകൊണ്ടാണ് പറിച്ച് കളഞ്ഞത് കേട്ടോ. ഇത് സാരി നിങ്ങൾ നോക്ക്, നല്ല രസമാണ്. ഇതിൻ്റെ കളർ വാടാമുല്ല ബേൺഡ് ഓറഞ്ചുമാണ് ബോഡിക്ക് പോയിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ കണ്ടോ, മുന്താണി വരുമ്പോൾ ഇങ്ങനെ ടാസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ കാണിച്ചു തരാം. ബ്ലൗസ് ഇത് ആ ഒരു സ്റ്റഫ് നിങ്ങൾ നോക്കിയാൽ ഈ ജൂട്ടല്ല, ഇതിന് കൂടുതലും ജൂട്ടിൻ്റെ ഒരു ഫിനിഷിങ് കേട്ടോ പോയിരിക്കുന്നത്. കണ്ടോ, ടസറല്ല, നല്ല ജൂട്ട് ടസറാണ്, പക്ഷെ ജൂട്ടിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് കുറച്ചും കൂടെ പോയിരിക്കുന്നതെന്ന് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു പറച്ചിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ റേറ്റ് ഇപ്പോഴത്തെ വില 2,700, ഒറിജിനൽ വില 5,320. 2,700 ഇപ്പോഴത്തെ റേറ്റ്. 5,320 രൂപയുടെ സാരി. അതിൻ്റെ ആ മറ്റേ പ്രൈസ് ടാഗ് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ പ്രൈസ് ടാഗ് ആയിട്ടിരിക്കുന്നത് അല്ലേ ഞാൻ കാണിച്ചത്. ഇത് കണ്ടോ ടസർ സാരി എഴുതി പ്രിന്റ് ചെയ്ത് വന്നേക്കുന്നത് കണ്ടോ. ഇതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, 3,815. ഇതും ടസറാണ്. ഇത് ടസറിൻ്റെ വിവിധ വെറൈറ്റീസാണ് സ്റ്റഫ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയല്ലേ, നിങ്ങൾ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ പറയല്ലേ, ഇപ്പോൾ ഒരു സിൽക്ക് സാരി എടുത്താൽ പോലും ഇത് കണ്ടാൽ നമുക്ക് ഒരു നെറ്റ്കോട്ടയുടെ ഒരു ഫീലിങ്, അങ്ങനത്തെ ആ ഒരു സാരിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, നെറ്റ്കോട്ടയുടെ സാരി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിംഗാണ്. പക്ഷേ ഇത് ടസർ സാരി തന്നെയാണ്. ഇതാണ് മുന്താണി.
ബോഡിയിൽ ഇങ്ങനെ വരും. ഇതിനെ ഒരു ഹാൻഡ്ലൂം കോട്ടൻ്റെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു വീവിങ്ങാണ് പോയിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു ക്ലാസി എന്നല്ല, നമ്മൾ പറയല്ലേ ഒരു ബുദ്ധിജീവീസ് ഒക്കെ ഇടുന്നൊക്കെ പറയല്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റഫാണ് ഇതിന് പോയിരിക്കുന്നത്. ഇത് മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇതാ ആ ഓറഞ്ചിൻ്റെ ഷെയ്ഡ് തന്നെ, മുന്താണിക്ക് വന്നേക്കുന്ന ആ ഒരു ഷെയ്ഡ് തന്നെ ബ്ലൗസ് ഉണ്ടോ. ഇതും ടസറാണ്. അപ്പോൾ ടസറിൻ്റെ എന്തെല്ലാം വ്യത്യാസങ്ങളിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ വില 3815 അല്ലേ, ഇപ്പം 2515 അല്ലേ, 2515. അവിടെയല്ല വില, മറ്റേ വില കിടക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് സ്ക്രീനിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ കിടന്ന് ബഹളം വയ്ക്കേണ്ട കാര്യമില്ല, സ്ക്രീനിലുണ്ട് വില. ഒറിജിനൽ പ്രൈസ് കാണിച്ചു തരിക എന്ന് പറയുന്നത് എന്നറിയോ, വിശ്വാസമില്ലാത്ത മനസ്സുകളെ വിശ്വസിപ്പിക്കാനാണ്. അങ്ങനെ വിശ്വസിപ്പിച്ചിട്ട് തന്നെ ഇത് കട ഡയറക്റ്റ് വന്ന് എടുക്കുന്നവർക്ക് ഇതെല്ലാം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ഒരു പടിയും കൂടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ഇരുന്ന് ഫോട്ടോ കണ്ടിട്ട് വാങ്ങിക്കുന്നവരല്ലേ, അവർക്കത് കൺവിൻസിങ് ആകണം.